അതുപോലെ തന്നെ പിന്നെ നമ്മുടെ രവി വള്ളത്തോൾ ഒരുപാട് സീരിയലിൽ അഭിനയിക്കുകയും സീരിയലുകളിലെ ഒരു സ്റ്റാറുമാണ് അയാൾ. പക്ഷേ സിനിമയിൽ അത്രയധികം വേണ്ട എൻ്റെ പടങ്ങളിലല്ലാതെ വേറെ എങ്ങും വലിയ റോളുകളൊന്നും വന്ന് കാണാറില്ല. ഈ ചിത്രം സാർ തന്നെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തീരുമാനിച്ചത്? ഞാൻ തന്നെയല്ല, ഒരു ഡിസ്ട്രിബ്യൂട്ടർ വഴിയാണ്. എങ്കിലും പ്രധാനമായിട്ട് അതിൻ്റെ പിന്നിൽ ഞാൻ തന്നെയാണ്. ബേസിക്കലി എനിക്ക് തോന്നുന്നു പല പല രാജ്യങ്ങളിലും ഫെസ്റ്റിവലിലൊക്കെ അയക്കുമ്പോൾ ഒരു കഷ്ടപ്പാട് അല്ല അത്രയും ഉണ്ടാവും. എനിക്ക് തോന്നുന്നു കേരളത്തിലും കൂടുതൽ കഷ്ടപ്പാട് ഇങ്ങനത്തെ ഒരു പടം പ്രൊമോട്ട് ചെയ്യാൻ സാറിന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രത്യേക തരം സിനിമ വന്നിട്ട് ഈ പിന്നെ ഈ സിനിമ ഇൻഡസ്ട്രിയെ പൂർണ്ണമായിട്ട് അങ്ങ് കൈയടക്കിയിരിക്കുകയാണ്. വേറെ ഒന്നിനും പിന്നെ ഒരു ശ്വാസം വിടാൻ സ്ഥലം കൊടുക്കാത്ത രീതിയിൽ ആളുകളിലും അങ്ങനെ ധാരണ ഉണ്ടായിരിക്കുകയാണ്. ഇന്ന നടന്മാരുള്ള സിനിമ മാത്രം അവർ കണ്ടാൽ മതി എന്ന് തീരുമാനിക്കുക. പിന്നെ ഈ നമ്മുടെ മാധ്യമങ്ങൾ മുഴുവനും പ്രൊമോട്ട് ചെയ്യുന്ന എന്തോ ഒരു പാട്ടും ഡാൻസും ഒരു കുലുക്കും ഒക്കെ വേണമല്ലോ. അതെല്ലാം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അതിനൊരു ഫ്രീ ആയിട്ടുള്ള സൗജന്യമായിട്ടുള്ള പ്രൊമോഷൻ കിട്ടുകയുള്ളൂ. അതിങ്ങനെ നിരന്തരമായിട്ട് പടം വരുന്നതിന് എത്രയോ മുമ്പ് തന്നെ ടെലിവിഷനിൽ കണ്ടു തുടങ്ങുന്നു. അങ്ങനെ അതെ, സിനിമ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കണമെന്ന് ആളുകളുടെ ഇടയിൽ ഒരു ധാരണ ഇങ്ങനെ അങ്ങ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ പടത്തിന് ലൈക്ക് എങ്ങനെയാണ് ഈ ഫെസ്റ്റിവൽ സർക്യൂട്ടിലേക്ക് എങ്ങനെയാണ് സാർ കൊണ്ട്? വളരെ കാര്യമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ പടം. ഇപ്പോൾ ദിവസവും അതിൻ്റെ ഇൻവിറ്റേഷൻസ് പല സ്ഥലത്തു നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത് പോകുമ്പോൾ റോമിൽ, അത് കഴിഞ്ഞിട്ട് ന്യൂയോർക്കിൽ, ഇങ്ങനെ അതിൻ്റെ യാത്ര ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഒരു 5-6 ഫെസ്റ്റിവൽ കഴിഞ്ഞു ഇതിനകം. അപ്പോൾ മ്യൂണിക്കിലാണ് ഏറ്റവും അവസാനം കാണിച്ചത്. വളരെ ഗംഭീരമായിട്ടുള്ള റിസപ്ഷനായിരുന്നു അതിന്. ഇത്രയും പ്രശ്നങ്ങൾ കൂടെ പോകുമ്പോൾ കൂടിയും ഒരു ഫിലിം ചെയ്യാനുള്ള എക്സൈറ്റ്മെൻറ്റ് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? എക്സൈറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ പടം എടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഇപ്പോൾ ഈ സമയത്ത് തന്നെ എനിക്ക് ഒന്നിലധികം ആളുകൾ പ്രൊഡ്യൂസേഴ്സ് എന്നെ സമീപിച്ചിട്ടുണ്ട് പടം എടുക്കാനായിട്ട്. പക്ഷേ ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളത്, എനിക്കൊരു പ്രോജക്റ്റ് ഉണ്ടാകുമ്പോൾ ഞാൻ പറയാം. കാരണം ആദ്യം പണം വന്നതുകൊണ്ട് കാര്യമില്ല. പണമല്ല ആദ്യത്തെ പ്രശ്നം നമുക്ക് എന്ത് ചെയ്യണമെന്ന് നിർബന്ധമായിട്ട് തോന്നലുണ്ടാവുകയും അതിനെ സംബന്ധിച്ച് ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കുകയും നമുക്ക് വളരെ എക്സൈറ്റ്മെൻറ്റ് തോന്നുന്ന ഒരു വിഷയം നമുക്ക് തോന്നണം. അതിൽ നിന്ന് നിരന്തരമായിട്ട് വളർന്നു വരുന്ന ഒരു കഥാബീജവും അതിൻ്റെ പ്രമേയവും ഒക്കെ ഉണ്ടാവണം. അപ്പോൾ ഞാൻ ഇതുവരെ ചെയ്തതിൽ നിന്ന് വ്യത്യാസമായിട്ടൊരു സാധനമാണ് ചെയ്യുന്നത് എന്നുള്ള ബോധ്യം എനിക്കുണ്ടാവണം. അപ്പോഴാണ് ഇങ്ങനെ ഒരു ലോങ് പ്രോസസ്സിൽ കൂടെ ഇത് പിന്നെ വിതരണം മാത്രമല്ല പ്രദർശനം എല്ലാം വരെ എത്തി നിൽക്കുന്ന നമ്മുടെ ശ്രമമാണ്. സാർ എവിടെ ഇൻ്റർവ്യൂ എഴുതി കണ്ടിട്ടുണ്ട് ഞാൻ, അതെങ്കിൽ ആക്ടേഴ്സിനെയും ഒക്കെ വിളിക്കുമ്പോൾ സാർ ഒരിക്കലും കഥ അവരോട് നരേറ്റ് ചെയ്യാറില്ല. വരുമ്പോൾ ആണ് പറഞ്ഞു നരേറ്റ് ചെയ്യാറുമില്ല, അവർക്ക് സ്ക്രിപ്റ്റ് കാണിക്കാറുമില്ല. പക്ഷേ എക്സെപ്റ്റ് നന്ദിദാസ് ഭാഷ അറിഞ്ഞൂടാ. ഇത് ഒരു ഈ മ്യൂസിക്കിലെ കോമ്പസിഷൻ പോലെയാണ്. അത് ഓരോ ഇൻസ്ട്രുമെൻസും പ്ലേ ചെയ്ത് ആ ഒരു കോമ്പസിഷൻ അനുസരിച്ച് ഓർക്കസ്ട്രേറ്റ് ചെയ്യണം. അതെല്ലാ ഇൻസ്ട്രുമെൻറ്റും നന്നായിരിക്കണം, അതെല്ലാം അതിനോട് ചേർന്നിരിക്കണം, അതിനകത്ത് ഹാർമണി വേണം. ഇതാണ് ഉണ്ടാകേണ്ടത്. ഓരോ രീതിയിലും എല്ലാവരും വിദഗ്ധരായിരിക്കും, പക്ഷേ അവരുടെ വൈദഗ്ധ്യം വെവ്വേറെ പ്രകടിപ്പിച്ചാൽ ശരിയാവത്തില്ല. അതുകൊണ്ടാണ് ഈ എൻ്റെ പടങ്ങൾ പ്രത്യേകിച്ചും ഇപ്പം തന്നെയും വെളിയിലൊക്കെ കാണിക്കുമ്പോൾ ആളുകൾ പറയുന്നത് സാധാരണ ഇന്ത്യൻ ഫിലിംസ് കണ്ടിട്ടില്ലാത്ത ഈ പിന്നെ നടന്മാരുടെ പെർഫോമൻസിൻ്റെ ഒരു പെർഫെക്ഷൻ ഈ പടങ്ങളിൽ കാണുന്നുണ്ട് എന്ന് സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യാറുണ്ട്. അത് വരുന്നത് ഇതുകൊണ്ടാണ്. കാരണം വളരെ കഴിവുള്ള നടന്മാരാണ്, പക്ഷേ അതേസമയം അവരെ നിന്ന് നമുക്ക് വേണ്ടതാണ് നമ്മൾ എടുക്കേണ്ടത്. അതിന് നമുക്ക് കഥാപാത്രത്തിന് അനുസരിച്ചിട്ടുള്ള ഇതിൻ്റെ മൊത്തമുള്ള സ്ട്രക്ചറുമായിട്ട് ചേരുന്ന രീതിയിലുള്ള പെർഫോമൻസസാണ് നമുക്ക് വേണ്ടത്. അതായത് ഇൻഡിവിജ്വൽ പെർഫോമൻസസ് കേമായെന്ന് വെച്ചാൽ കാര്യമില്ല. ഇറ്റ് ഹാസ് ടു ബ്ലെൻഡ് ഇൻറ്റു ദി ടോട്ടാലിറ്റി ഓഫ് ഇറ്റ്. സാറിൻ്റെ പടം നല്ല റിലീസ് ചെയ്തല്ലോ, അപ്പോൾ എങ്ങനെയായിരുന്നു റെസ്പോൺസ്? നല്ല റെസ്പോൺസ് ആയിരിക്കും. കാരണം പിന്നെ 4 പെണ്ണുങ്ങൾ കേരളത്തിൽ കണ്ട ആളുകൾക്ക് വളരെ ഇഷ്ടമാണ്. കുറേ അധികം പേര് കാണാൻ പോയിട്ടില്ല, അത് വേറെ കഥ. പക്ഷേ കണ്ട ആളുകൾക്ക് വളരെ ഇഷ്ടമാണ്. എല്ലാ തട്ടിലും ഉള്ള ആളുകൾക്ക് ഇഷ്ടമായിരുന്നു. മനഃപൂർവ്വമായിട്ട് ഇതിനെ ഒന്ന് ആക്രമിച്ചുകളെ എന്ന് വിചാരിച്ച ചില ആളുകളുണ്ടായിരിക്കാം. അല്ലെങ്കിൽ സാധാരണ പ്രേക്ഷകന് അവർക്ക് വേറെ പിന്നെ ബാഗേജ് ഒന്നും ഇല്ലാതെ പോയി കാണുന്ന ആളുകൾ നമുക്ക് പടം കാണാൻ പോകുന്നു, അവർ കാണുന്നു, രസിക്കുന്നു എന്നുള്ള അവർക്കൊക്കെ വലിയ ഇഷ്ടമാണ്. അതുപോലെ വളരെ കാര്യമായിട്ടുള്ള പ്രതികരണമാണ് ഈ പടത്തിന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യൻ ഫിലിം മേക്കേഴ്സിന് ഇൻ്റർനാഷണൽ ഒരു അരീനയിൽ അവിടെ ഒരു എക്സ്പോഷർ കിട്ടാൻ വേണ്ടി കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നല്ല പടം എടുക്കണം, ഒറ്റ വഴിയേ ഉള്ളൂ. അതില്ലാതെ വഴി തേടിയിട്ട് കാര്യമില്ല. വഴി തേടുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ആദ്യമായിട്ട് ഈ മാധ്യമത്തെ പറ്റി പഠിക്കണം, നന്നായിട്ട് പഠിക്കണം. അത് ഏതെങ്കിലും ജോലിയുടെ ഇടയിൽ പോയി ചെയ്യുന്ന 2 ലീവ് എടുത്ത് പോയി ചെയ്യുന്ന ഒരു പരിപാടി ആവരുത്. അല്ല, ആദ്യമേ ഞാൻ പറയാറുണ്ട്, ഞാനിപ്പോൾ പുതുതായിട്ട് പറയുന്നതല്ല.
നമ്മുടെ മുഴുവൻ സമയവും നമ്മുടെ ശ്രദ്ധയും നമ്മുടെ ശരീരവും മനസ്സും എല്ലാം ഇത് ആവശ്യപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ മറ്റു ബന്ധങ്ങൾ പോലും നമ്മൾ ഇതിനു വേണ്ടി സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ഇതിന് നമുക്ക് എന്തെങ്കിലും സൃഷ്ടിക്കാൻ പറ്റുള്ളൂ. സർ, എങ്ങനെയാണ് അൺവൈൻഡിങ് ഈ ഫിലിം മേക്കിംഗ് എന്നൊക്കെ തിരിച്ചു വരുമ്പോൾ ഹൗ ഡു യു അൺവൈൻഡ് യുവർ സെൽഫ്? ഞാൻ എല്ലാം വായിക്കുന്ന സമയം എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഒന്നും വായിക്കത്തില്ല. ചിലപ്പോൾ എന്തെങ്കിലും റിലാക്സ് ചെയ്യാൻ വേണ്ടി ഞാൻ വായിക്കുന്നത്. ഇപ്പോൾ തന്നെ ഉച്ചയ്ക്കുള്ള സമയം ആഹാരം കഴിച്ചിട്ട് ഉടനെ പോയി വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ കുറച്ച് നേരം ഇരുന്ന് വായിക്കും. അപ്പോൾ എനിക്കിഷ്ടമുള്ള സംഗതികൾ വായിക്കാനായിട്ട് എല്ലാ പബ്ലിക്കേഷനും ഉണ്ടായിരിക്കും. ഇന്ത്യൻ ആയാലും ഫോറിൻ ആയാലും എല്ലാവരും ഉണ്ടായിരിക്കും. അവിടെ നിന്ന് വായിക്കും. അല്ലാതെ ഒരു വേറെ ഒരു സിനിമ അല്ലാതെ ഒരു വേറെ പാഷൻ? വായിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, വായിക്കുന്നതാണ്. പിന്നെ ഞാൻ ഫെസ്റ്റിവലിൽ പോയാൽ എൻ്റെ പടം പ്രൊമോട്ട് ചെയ്യാൻ നടക്കാറില്ല. ആൾക്ക് തെറ്റിദ്ധാരണയുണ്ട് പ്രൊമോട്ട് ചെയ്യാൻ. അങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ ഒക്കത്തില്ല. നമ്മുടെ പടം നല്ലതാണെങ്കിൽ മാത്രമേ അതിന് പ്രൊമോഷൻ കിട്ടുള്ളൂ. അത് സ്വയം ഉണ്ടായിക്കോളും. ഇത്രയും തിരക്കിൽ ഒരു മുത്തശ്ശനാവുമ്പോൾ ഫ്രം എ വെരി ക്രിയേറ്റീവ് ഫിലിം മേക്കർ ഒക്കെയുള്ള ജീവിതത്തിൻ്റെ പ്രോസസ്സിൽ ഈ മുത്തശ്ശനാവുമ്പോൾ ആസ് എ പേഴ്സൺ സർ മാറിയിട്ടുണ്ടോ ഫോർ ഹിം, ഫോർ ദ ഗ്രാൻഡ് സൺ? പിന്നെ ഒരു അപ്പൂപ്പൻ എന്നുള്ളതിൽ എന്നെ അപ്പൂപ്പനെ നല്ല ആൾ വിളിക്കുന്നത് നാനാജി എന്നാണ് വിളിക്കുന്നത്. അയാൾക്ക് മലയാളം അറിഞ്ഞുകൂടാ. അയാൾ മഹാരാഷ്ട്രയെ കഴിയുന്നതുകൊണ്ട് ഹിന്ദിയും മറാഠിയും അയാൾക്ക് അറിയാവുന്നത്. അതാണിപ്പോൾ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നത്. പിൽക്കാലത്ത് അയാൾ മലയാളം പഠിക്കും. ഇപ്പോൾ അവിടെ മലയാളം സംസാരിക്കാൻ വേറെ ആളില്ല. എൻ്റെ മകളല്ലാതെ വേറെ ആരും മലയാളം അറിയാവുന്നൊരു വീട്ടിലില്ല. വീട്ടിൽ ജോലി ചെയ്യുന്നവർക്കും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാൻ നാനാജിയും എൻ്റെ ഭാര്യ പിന്നെ നാനിയുമാണ്. നാനിജി. സാറിൻ്റെ അടുത്ത പ്രോജക്ട്സ് എന്തൊക്കെയാണ്? ഞാൻ ഒരു പടം ചെയ്യുന്ന സമയത്ത് അടുത്ത പടത്തെ പറ്റി ആലോചിക്കാറില്ല. ഇപ്പോഴത്തെ സമയം അടുത്ത് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് യാതൊരു രൂപവുമില്ല. അത് എന്ന് ചെയ്യാൻ പോകുന്നു എനിക്ക് അറിഞ്ഞുകൂടാ. സർ, ഇത്രയും നല്ലൊരു സായാഹ്നം എനിക്ക് തന്നതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. ഇനി ഒരുപാട് നല്ല നല്ല സിനിമകൾ ഇനിയും സാറിന് ഉണ്ടാക്കാൻ പറ്റട്ടെ. താങ്ക് യു വെരി മച്ച് സാർ.